നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 133 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 134 ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. വമ്പേറുന്ന സുരർക്കുടംഭുകളവാനമ്പേറുമമ്പാടിയിൽ പൈമ്പാൽ വെണ്ണ പകർന്നു കുംഭമുടനെ സംഭിദ്യമേവും വിഭോ അംഭോജത്തിനു സംഭ്രമാർത്തിയരുളും നിൻ പാദമമ്പീടിനോരൻ പാപത്തിനു കമ്പമേകുക നിലിംബാരാതി സംവേഷണം. ഇവിടെ വമ്പേറുന്ന സുരർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം ഏറുന്ന ആ ഊറ്റം, വീരവാദം പറയുന്ന ആ അസുരന്മാർക്ക് ഡംഭ് കളവാൻ, അവരുടെ ആ ഡംഭ് ഉണ്ടല്ലോ, ആ വലിയ ആളാണ് എന്നുള്ള ആ ഒരു ഭാവം, അഹങ്കാരം, അത് ഇല്ലാതെയാക്കാൻ അൻപേറും അമ്പാടിയിൽ, അൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നേഹം ഒഴുകുന്ന, അതായത് സ്നേഹം നിറഞ്ഞ ആൾക്കാരുള്ള ആ അമ്പാടിയിൽ പൈമ്പാൽ വെണ്ണ പകർന്ന് കുംഭമുടനെ സംഭിദ്യ മേവും വിഭോ. അവിടുത്തെ ആ പൈക്കളുടെ പാല്, വെണ്ണ എന്നിവയൊക്കെ കുടിച്ചിട്ട്, പകർന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുടിച്ചതിന് ശേഷം, കുംഭം എന്ന് വെച്ചാൽ കുടം എന്നാണ് അർത്ഥം. അപ്പോൾ ഇതെല്ലാം കുടിച്ചതിന് ശേഷം ആ കുടങ്ങളൊക്കെ ഉടച്ചിട്ട് മേവും വിഭോ, അവിടെ വിഹരിക്കുന്ന അല്ലയോ ഭഗവാനെ, അംഭോജത്തിനു സംഭ്രമാർത്തിയരുളും. അംഭോജം എന്ന് വെച്ചാൽ താമരപ്പൂവ്. താമരപ്പൂവിന് ആഗ്രഹവും ദുഃഖവും നൽകുന്ന, ആഗ്രഹം എന്ന് വെച്ചാൽ അസൂയ തോന്നുകയാണ് താമരപ്പൂവിന് കൃഷ്ണന്റെ ആ പാദം കണ്ടിട്ട്. ഒപ്പം ചെറിയൊരു ദുഃഖവും, തന്നെക്കാട്ടിലും ഭംഗി കൃഷ്ണന്റെ ആ പാദത്തിനാണല്ലോ എന്ന് ആലോചിച്ചിട്ട്, അതാണ് സംഭ്രമാർത്തി. അത് നൽകുന്ന നിൻ പാദമമ്പീടിനോരൻ പാപത്തിനു കമ്പമേകുക. നിന്റെ ആ പാദങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഭജിക്കുന്ന എൻ പാപത്തിന്, എൻ്റെ പാപങ്ങൾക്ക് നിലിംബാരാതി സംവേഷണ. നിലിംബർ എന്ന് വെച്ചാൽ ദേവന്മാര്, അരാതി ശത്രു, സംവേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മർദ്ദിക്കുക. അപ്പോൾ ദേവന്മാരുടെ ശത്രു ആരാണ്? അസുരന്മാര്. അസുരന്മാരെ മർദ്ദിക്കുന്ന വിഭോ അല്ലയോ ഭഗവാനെ, കമ്പം ഏകുക, ഒന്ന് ഇളക്കം വരുത്തണേ, ഒന്ന് മാറ്റി സ്ഥാനഭ്രംശം വരുത്തിയിടണേ. എന്തിന്? എൻ്റെ പാപങ്ങൾക്ക് ഒന്ന് മാറ്റം വരുത്തി തരണേ, അത് നശിപ്പിച്ചു തരണേ എന്നാണ് പറയുന്നത്. ഇവിടെ നിലിംബാരാതി സംവേഷണം എന്നല്ല, നിലിംബാരാതി സംവേഷണ എന്ന് വിളിക്കുകയാണ്, സംബോധന ചെയ്യാണ് എന്നും ഒരു പക്ഷമുണ്ട്. അതായത് ദേവശത്രുക്കളെ, അസുരന്മാരെ വധിക്കുന്ന അങ്ങ് എൻ്റെ ഈ പാപങ്ങളെയും നശിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്ന്. അതായത് ഇവിടെ പറയുന്നത്, ഈ അസുരന്മാരുടെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടി അമ്പാടിയിൽ ജനിച്ച് അവിടെ വെണ്ണയുടെയും പാലിൻ്റെയും മോരിൻ്റെയും ഒക്കെ കുടങ്ങൾ ഉടച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ വിഹരിക്കുന്ന അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ കാൽപാദങ്ങൾ താമര പൂവിന് അസൂയ ഉണ്ടാക്കും വിധം, അസൂയയും ദുഃഖവും ഉണ്ടാക്കുന്ന വിധം ഭംഗിയുള്ള അവിടുത്തെ ആ പാദങ്ങളെ ഭജിക്കുന്ന എൻ്റെ പാപ സഞ്ചയത്തിന്, എൻ്റെ പാപങ്ങൾക്ക് അവിടുന്ന് അസുരന്മാരെ എങ്ങനെയാണോ മർദ്ദിക്കുന്നത് അതുപോലെ മർദ്ദനം ചെയ്ത് ഇല്ലാതാക്കി തീർക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം. നിർമായം നിജധർമ്മവാസ്ഥയൊടു ചെയ്താകുന്ന സത്കർമ്മവും പെൺമായത്തിലകപ്പെടാതെ മരുവീടെന്നാകിൽ നന്നായി വരും. കർമ്മ വികർമ്മ മർമ്മമറിവാനാളല്ല നാമാമൃതം നമ്മാലാവതു സേവ ചെയ്ക സുഖമേ തൃക്കാലൊടെത്തിയിടുവാൻ. നിർമായം എന്ന് വെച്ച് കഴിഞ്ഞാൽ മായയില്ലാതെ, വ്യാജമല്ലാത്ത,
നിജധർമ്മം, നിജം എന്ന് വെച്ചാൽ സ്വന്തം, അവനവന്റെ ധർമ്മം, ആ ധർമ്മം ആസ്ഥയോടു ചെയ്താകുന്ന സൽക്കർമ്മവും. ആസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധ, ശ്രദ്ധയോടുകൂടി ചെയ്ത് പെൺമായത്തിൽ അകപ്പെടാതെ, സ്ത്രീ വിഷയങ്ങളിൽ വശപ്പെടാതെ മരുവീടെന്നാകിൽ നന്നായി വരും. അങ്ങനെയാണ് വർത്തിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ നന്നായിട്ട് വരും. കർമാകർമ്മ വികർമ്മ മർമ്മം അറിവാൻ, കർമ്മം അകർമ്മം വികർമ്മം ഇതിൻ്റെയൊക്കെ മർമ്മം എന്താണ്, തത്വം എന്നറിയാൻ ആളല്ല, അതറിയാനുള്ള വിവരമൊന്നും പ്രാപ്തിയൊന്നും എനിക്കില്ല. നാമാമൃതം നമ്മാലാവതു സേവ ചെയ്യുക. പിന്നെ എനിക്ക് എന്താ ഉള്ളത്, നമുക്ക് സാധിക്കുന്ന വിധത്തില് ഭഗവാന്റെ അമൃതമാകുന്ന ആ തിരുനാമങ്ങള് ജപിക്കുക, നാമസങ്കീർത്തനം ചെയ്യുകയേ വേണ്ടുള്ളൂ എന്നർത്ഥം. സുഖമേ തൃക്കാലോടെത്തിയിടുവാൻ, സുഖമായിട്ട് ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ ലയിക്കാൻ അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തിക്ക് അതേ വേണ്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഒരാള് സ്വന്തം ധർമ്മം ഫലേച്ഛയൊന്നും കൂടാതെ വളരെ ആത്മാർത്ഥതയോടെയും ശ്രദ്ധയോടെയും ചെയ്തുകൊണ്ട് സ്ത്രീ വിഷയങ്ങളിലൊന്നും അകപ്പെടാതെ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങളെല്ലാം സാധിക്കും. ഇനി കർമ്മം അകർമ്മം വികർമ്മം എന്നൊക്കെ പറയുന്നുണ്ട്. കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പ്രവൃത്തി, അകർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ, വികർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക, ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. ഇതിൻ്റെയൊക്കെ അർത്ഥവിശേഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനൊന്നും ഞാൻ ആളായിട്ടില്ല, അത്രയുള്ള അറിവൊന്നും എനിക്കില്ല. ഭഗവത് തൃപ്പാദങ്ങളിൽ ലയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തി വേണമെങ്കിൽ നാമസങ്കീർത്തനം ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. അത് നമ്മളെ കൊണ്ട് ആവുന്ന വിധത്തിൽ ചെയ്യാം. വേറെ ജ്ഞാനമൊന്നുമില്ലെങ്കിലും ഈശ്വരപ്രാപ്തിക്ക് അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് നാമസങ്കീർത്തനം ഒന്ന് മാത്രം മതി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം. ചിത്തം മറന്നു വിഷയങ്ങളോരോന്നു നോക്കിച്ചത്തും പിറന്നു മുഴലായിക മനക്കുരുന്നേ, വിശ്വം നിറഞ്ഞു വിളയാടിന തമ്പുരാനെ, ചിത്തേ കലർന്നനുഭവിപ്പതിനോർത്തുകൊൾ നീ. ചിത്തം മറന്ന്, മനസ്സുകൊണ്ട് ഈശ്വരനെ മറന്നിട്ട്, ആത്മാവിനെ സ്വാത്മാവിനെ മറന്ന് വിഷയങ്ങൾ ഓരോന്നു നോക്കി ഈ പ്രപഞ്ചത്തിലുള്ള ഓരോരോ വിഷയങ്ങളിൽ ഇന്ദ്രിയദ്വാര താല്പര്യം തോന്നി ചത്തും പിറന്നും ഈ ജനന മരണമാകുന്ന സംസാര ബന്ധനത്തിൽപ്പെട്ട് ഉഴലായിക മനക്കുരുന്നേ, അതിൽപ്പെട്ട് അലയാതിരിക്കൂ എൻ്റെ മനസ്സേ. വിശ്വം നിറഞ്ഞ് വിളയാടിന തമ്പുരാനെ, ഈ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തമ്പുരാനെ ഭഗവാനെ, ചിത്തേ കലർന്നനുഭവിപ്പതിനോർത്തുകൊൾ നീ, മനസ്സിൽ ചേർത്ത് നിർത്തി ഉറപ്പിച്ചു നിർത്തി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കൂ. ഇവിടെ പറയുന്നത് സ്വന്തം ആത്മാവിനെ മറന്ന്, ചിത്തം എന്ന് വെച്ചാൽ മനസ്സ്, ആത്മാവ് എന്ന് വെച്ചാൽ ഈശ്വരൻ, ഈശ്വരനെ മറന്ന് ഓരോരോ വിഷയങ്ങൾ കണ്ട് ഭ്രമിച്ച് ജനിക്കുക മരിക്കുക വീണ്ടും ജനിക്കുക മരിക്കുക എന്നുള്ള ഈ സംസാര ബന്ധനത്തിൽപ്പെട്ട് ഉഴലാതെ കഷ്ടപ്പെടാതെ വിശ്വം മുഴുവൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിനെ മനസ്സിൽ ഉറപ്പിച്ച് എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്നർത്ഥം. മറ്റു വിഷയങ്ങളിലൊന്നും ഭ്രമിക്കാതെ ഭഗവാനെ മാത്രം മനസ്സിൽ നിരൂപിച്ച് ജീവിക്കാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ പൂന്താനം തിരുമേനി നാമസങ്കീർത്തനത്തിൻ്റെ, അതായത് നാമം ചൊല്ലുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ് ഈ ഓരോ ശ്ലോകങ്ങളിലൂടെയും. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ